ഇതൊരു മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും കഥയല്ല. തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കിയ അലിയുടെ കഥയാണ്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ വളപട്ടണം മന്നയിലെ വീട്ടിൽ വെച്ച് വയനാട്ടുകാരനായ അലിയെ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെ ചുരുക്കി പറയാനുള്ള കാരണം ഒരുപാട് പേര് എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് സംഭവം ചുരുക്കി പറഞ്ഞുകൂടെ എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടത്. പല്ലുവേദന വന്ന ഒരു കുട്ടി അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ തലക്ക് ക്യാൻസർ വന്ന് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് ആയിപ്പോയി. സാധാരണ മരണവിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിക്കും, പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആ കുട്ടി എവിടെയാണെന്നോ ആ കുട്ടിയുടെ അഡ്രസ്സ് എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല. ഊരും പേരും പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ അവരുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എന്തായിരിക്കും? ആ കുട്ടി തലവേദന കാരണം മരണപ്പെട്ടു. സംഭവം ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക. എന്തിനാ എത്തിക്കുന്നത്? ശ്രദ്ധിക്കാനല്ലേ? അതന്നെ. അപ്പോൾ ആ ഒരു വിവരം ആ ഒരു കുടുംബത്തിൻ്റെ പേരും ഊരും ഒക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതാണ്. അപ്പോൾ ഒന്നും തോന്നരുത്. അപ്പോൾ അലി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു. ചിലരുടെ മരണം നമുക്ക് ഇന്നാൾ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയൂ. അവരുടെ കുടുംബത്തിൽ ചെന്ന് നോക്കിയാലേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവരനുഭവിച്ച വേദനകളും നമുക്ക് അറിയാൻ പറ്റും. ചിലരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ടാകും. ഈ ഒരു മനുഷ്യൻ്റെ കഥ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. അലിയുടെ കഥയറിഞ്ഞാൽ ഓരോ സ്ത്രീകളും ആഗ്രഹിക്കും, ഇങ്ങനെ ഒരു ഭർത്താവുണ്ടോ? ഇത്രയധികം ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകുമോ എന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു പോകും. ഇത് കഥയല്ല, ജീവിതമാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളാണ്. ഇതാണ് അലി. ശരിക്കും പറഞ്ഞാൽ അലിയെ പോലൊരു മനുഷ്യൻ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അവിടെയുള്ള നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ഇതുപോലൊരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ മനുഷ്യൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ? നമ്മുടെ നാട് മൊത്തം അറിയേണ്ട ഒരു വ്യക്തി, വയനാടുള്ള അലി കണ്ണൂരിൽ വെച്ച് മരണപ്പെട്ടു. അത്രയും ആളുകൾക്കറിയൂ. പക്ഷേ അലിക്കൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത, നന്മ നിറഞ്ഞ പ്രത്യേകത. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു പോകും. ഭാര്യയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ഭാര്യയ്ക്കും അതുപോലെ തന്നെയായിരുന്നു. പ്രിയതമയുടെ കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കിയ അലിയുടെ കഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വയനാടുകാരനായ അലി കണ്ണൂരിലെ മന്നയിലെ വീട്ടിൽ വെച്ച് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ്. ഇതറിഞ്ഞ നാട്ടുകാരുടെയൊക്കെ മനസ്സിൽ ഒന്നേ ഒന്നായിരുന്നു. വിട്ടുപോയ പ്രിയതമയോടുള്ള സ്നേഹത്തിൻ്റെ ബാക്കി പത്രം പോലെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ഓർമ്മകളാണ് അവിടെയുള്ള നാട്ടുകാരുടെ മനസ്സിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അലി മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ നാട്ടുകാരുടെ മനസ്സിൽ അതാണ്. പ്രിയതമയ്ക്ക് വേണ്ടി ജീവിച്ചത് വയനാട്ടുകാരനായ അലി വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ വളപട്ടണം മന്നയിലേക്ക് എത്തുന്നത്. ഓട്ടോ ഓടിച്ചും തട്ടുകട നടത്തിയും വഴിയോര വ്യാപാരം നടത്തിയുമാണ് അലി ജീവിച്ചിരുന്നത്. ഭാര്യ സജനയും 2 മക്കളോടൊപ്പമാണ് കണ്ണൂരിലെ മന്നയിലെ CI ക്വാർട്ടേഴ്സിൽ ഇവർ താമസമാക്കിയത്. 3 വർഷം മുമ്പാണ് ഭാര്യ സജന ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുന്നത്. ഭാര്യയും ഭർത്താവും അത്രക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അത് അവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ഇന്ന് കണ്ണൂർ വളപട്ടണം ചെന്ന് ആർക്ക് ചോദിച്ചാലും അറിയാം, അലിയെ പോലുള്ള ഒരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുക. അലിയെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാർ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അങ്ങനെ അലിയുടെ ഭാര്യ മരണപ്പെട്ടു. അങ്ങനെ മക്കളെ പോറ്റേണ്ട ചുമതലയുമായി അലി പല പല ജോലികളും ചെയ്തു. ഒരുപാട് ആളുകൾ അലിയെ ഉപദേശിച്ചു വേറൊരു വിവാഹം കഴിക്കാൻ. പല ആളുകളും അലിയോട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 2 മക്കളാണ്,
അവരെ നോക്കണം, നിനക്കും ഒരു തുണയാവണം. അപ്പോൾ അലി പറയുന്നവരോടൊക്കെ അലി പറയുന്ന ആ ഒരു വാക്ക്, നിന്റെ ഭാര്യ മരണപ്പെട്ടാൽ നീ വേറെ കല്യാണം കഴിക്കുമായിരിക്കാം, പക്ഷെ എനിക്കതിന് സാധിക്കില്ല. എൻ്റെ ഭാര്യ അങ്ങനെയുള്ള ഭാര്യയല്ല, നിന്റെ ഭാര്യയെ പോലുള്ള ഒരു ഭാര്യയല്ല എൻ്റെ ഭാര്യ എന്നാണ് അലിയുടെ മറുപടി. ആര് ചോദിച്ചാലും അലിയുടെ മറുപടി അങ്ങനെ തന്നെയാണ്. ഭാര്യ മരണപ്പെട്ടതിന് ശേഷം അലിയുടെ നിയന്ത്രണമേ വിട്ടു. അലി എങ്ങനെ ആ നാട്ടിൽ അറിയപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അലിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, ഭാര്യയുടെ ഖബറിടം സ്വർഗപ്പൂന്തോപ്പാക്കിയ ഒരു ഭർത്താവാണ് അലി. അതെങ്ങനെയാണ് സ്വർഗപ്പൂന്തോപ്പാക്കിയത്? അതാണ് പറഞ്ഞ, അലിയെ പോലുള്ള ഒരാൾ ഇനി ഉണ്ടാവില്ല. മരണപ്പെട്ട പ്രിയതമയുടെ ആ ഒരു ഖബറിടം, മരണപ്പെട്ട് ഖബറിലായ ആ ഒരു ദിവസം തന്നെ അലി വീട്ടിൽ പോയിട്ടില്ല. 12-1 മണി വരെ ആ ഖബറിൻ്റെ കരയിലായിരുന്നു. പ്രിയതമയുടെ ഖബറ് സ്വർഗപ്പൂന്തോപ്പാക്കാനുള്ള ഒരുക്കമായിരുന്നു അലി. ഒരുപാട് പേരെ കരയിപ്പിച്ച ഒരു രംഗമായിരുന്നു അത്. ഇന്ന് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കലഹമുണ്ടാക്കുന്ന ദാമ്പത്യ ജീവിതം വെച്ച് നോക്കുമ്പോൾ, ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അലിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വാസം വരില്ല. ഭാര്യ മരണപ്പെട്ട് ഖബറിലായ അന്നത്തെ ആ ഒരു ദിവസം അലി 12-1 മണി വരെ ഖബറിന്റെ കരയിലായിരുന്നു. അങ്ങനെ നാട്ടുകാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു അർദ്ധരാത്രി ഖബറിന്റെ കരയിൽ നിന്നും പ്രിയതമയുടെ ഖബറിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്നകഞ്ഞത്. പിറ്റേ ദിവസവും ഇത് തന്നെയായിരുന്നു സ്ഥിതി. രാവിലെ ഖബറിന്റെ കരയിൽ വന്ന് ഖബറ് അലങ്കരിക്കുകയായിരുന്നു. രാത്രി 11-12 മണി വരെ. ഓരോ ദിവസം കഴിയും തോറും പ്രിയതമയുടെ ഖബറ് ഒരു സ്വർഗപ്പൂന്തോപ്പ് പോലെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും. ആളുകൾ വന്നു നോക്കുമ്പോഴേക്കും അതിമനോഹരമായിരിക്കുന്നു ആ ഖബറിടം. ചുറ്റും പലതരത്തിലുള്ള പൂച്ചെടികളായിരുന്നു ആ ഖബറിന് ചുറ്റും. പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിന്നിരുന്നു ആ ഖബറിനരികിലൊക്കെ. ആ ഖബറിനടുത്തേക്ക് പോകുന്ന വഴികളൊക്കെ ദിവസേന അടിച്ച് വൃത്തിയാക്കി മനോഹരമായിരിക്കുന്നു. പ്രിയതമയുടെ അടുത്തേക്ക് പോകാനുള്ള വഴികളൊക്കെ ഒരു നുള്ളു പൊടി പോലുമില്ലാതെ. ഇത് തന്നെയായിരുന്നു ദിവസവും അലിയുടെ ജോലി. ഇത് കണ്ടു നിൽക്കുന്ന നാട്ടുകാർക്കൊക്കെ അലിയുടെ ഈ പ്രവൃത്തി കണ്ട് വിഷമം തോന്നാൻ തുടങ്ങി, ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. അവിടെയുള്ള നാട്ടുകാരും പള്ളിക്കാരും ഇതേ തുടർന്ന് അലിയെ തടയാൻ തുടങ്ങി. ഇതുപോലെ ചെയ്യരുത് എന്ന് പലതും പറഞ്ഞ് പേടിപ്പിച്ചു നോക്കി. ഓരോ ദിവസം കഴിയും തോറും ഖബറ് മണ്ണിട്ട് പൊന്തി വരാൻ തുടങ്ങി. വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ഖബറിന് മുകളിൽ പന്തലിട്ടു. ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു പ്രയാസമായി. ഒരുപാട് തടഞ്ഞു നോക്കി. പക്ഷെ തൻ്റെ പ്രിയതമയോടുള്ള സ്നേഹം കാരണം ആളുകളുടെ വാക്കുകൾക്കൊന്നും അലി വില കൽപ്പിച്ചില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. മരണത്തിൻ്റെ തലേ ദിവസം പോലും അലി പ്രിയതമയുടെ അടുത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് അലിയുടെ ജോലി ഇതായിരുന്നു, പ്രിയതമയുടെ അടുത്തേക്ക് പോവുക, അവിടെ ഒരുപാട് നേരം ചിലവഴിച്ച് പ്രാർത്ഥനകളും മറ്റുമായി രാത്രിയോളം ഇങ്ങനെ കഴിയുക. ഇതാണ് അലി. ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ അലിയുടെ മക്കളൊക്കെ വളർന്നു വലുതായി. അവരെ നന്നായി പഠിപ്പിച്ച് വിദേശത്തേക്ക് അയച്ചു. ഇതിനിടെ താൻ ഒറ്റപ്പെട്ടു എങ്കിലും തൻ്റെ പ്രിയതമയുടെ നാടും വീടും വിട്ടുപോകാൻ അലി തയ്യാറല്ലായിരുന്നു. പ്രിയതമയുടെ ഖബറിനരികിൽ പോകാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലായിരുന്നു. പ്രാർത്ഥനകളായിരുന്നു അർദ്ധരാത്രി വരെ. അലിയെ രാവിലെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഗൾഫിലുള്ള മകൻ ബാപ്പയെ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്ന ബാപ്പ 1 തവണയും 2 തവണയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അങ്ങനെ മകൻ അയൽവാസികളെ വിളിച്ച് കാര്യം പറയുകയാണ്, ബാപ്പയെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല എന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അലിയെ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ പറയുമ്പോൾ ആളുകൾ പറയും, നിങ്ങൾക്കൊന്ന് ചുരുക്കി പറഞ്ഞൂടെ എന്ന്. അതാ ഞാൻ ഫസ്റ്റ്ന്നേ പറഞ്ഞേ, വയനാടുകാരനായ അലി കണ്ണൂരിൽ നിന്നും മരണപ്പെട്ടു എന്ന്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും
അവരനുഭവിച്ച ത്യാഗങ്ങളും. ചിലരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പലതും പകർത്താനും ചിലത് വേണ്ടെന്ന് വെക്കുവാനും നമുക്ക് ഇതുപോലുള്ള കഥകളിൽ നിന്നും സാധിക്കും. ചില കഥകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ആ കുടുംബത്തിന് പ്രയാസമാകുമെന്ന് കാണുമ്പോൾ അവരുടെ പേരും ഊരും ഒന്നും നമ്മൾ പറയാറില്ല. പക്ഷേ എന്തിന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി ഞാൻ പറഞ്ഞതുപോലെ അലിയെക്കുറിച്ച് അലിയുടെ നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഈ നാട്ടുകാരനല്ല, അയാള് മറ്റേ വയനാട് അങ്ങോട്ടാണ്. കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞല്ല ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിക്കല്ല, ഇങ്ങനെ ദിവസം കഴിഞ്ഞ് വന്നിട്ട് പൊന്തിക്കലേന്ന് കവറിൻ്റെതാ അടിച്ചുവരല് പൂവ് ഇഷ്ടാണ്. അതിനൊക്കെ നിങ്ങളെ ഭാര്യ മറ്റൊന്നും പുറമെ കഴിക്കും അന്ന പറഞ്ഞേ, പിന്നെ നിങ്ങൾ മാറുമ്പോ കഴിക്കും. എന്റെ ഭാര്യ അങ്ങനത്തെ ഭാര്യയല്ല. അതിന്റെ എന്ത് ബുദ്ധിമുട്ടും ദുഃഖത്തും സന്തോഷത്തിനെല്ലാം പള്ളിക്കാരിലും കൊറേ വിലക്കിയെന്ന് തോന്നുന്നല്ലേ? വയസ്സാകാരനല്ല തങ്ങുന്നുണ്ട്. രാത്രിയില് ഫസ്റ്റ് നോമ്പിനില്ല, ഫസ്റ്റ് മൂന്ന് കൊല്ലായി ഇപ്പോൾ വെച്ചിട്ട്. 3 കൊല്ലായി. ഈ 3 കൊല്ലത്ത് ഫസ്റ്റ് നോമ്പിന്റെ അന്ന് ഇയാള് ആത്തന്നെ വെച്ചന്ന് ഒരാഴ്ച വരാന്ന് പോന്നേയില്ല. വയലൊക്കെ അയച്ചു, രാത്രി അയച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ മരണപ്പെട്ടു പോയ ദമ്പതികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇതൊരു മുംതാസിൻ്റെയും ഷാജഹാന്റെയും കഥയല്ല. തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കിയ അലിയുടെ കഥയാണ്.